രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം കേന്ദ്ര അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ ഫെബ്രുവരി 8-ന് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. കേരളം ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുകയാണ്. പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. ഇന്ത്യ മുന്നണി നേതാക്കൾക്കും BJP ഇതര മുഖ്യമന്ത്രിമാർക്കും പ്രതിഷേധത്തിലേക്ക് ക്ഷണം നൽകിയിട്ടുണ്ട്. സമഗ്ര വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോട് നൽകും. വിജിൻ, ഇന്ന് രാവിലെയാണ് LDF യോഗം തിരുവനന്തപുരത്ത് ചേർന്നത്. ഇതിലെ തീരുമാനപ്രകാരം നേരത്തെ തന്നെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ദില്ലിയിലെത്തി കേന്ദ്ര സർക്കാരിനെതിരെ ജന്തർ മന്ദിറിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ, മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ സമരം നടത്തും എന്ന് പ്രഖ്യാപിച്ചതാണ്. അത്തരത്തിലൊരു തീരുമാനമാണ് ഇന്ന് EP ജയരാജൻ LDF കൺവീനർ പ്രഖ്യാപിച്ചത്. അടുത്ത മാസം 8-ാം തീയതി ഫെബ്രുവരി 8-ന് ജന്തർ മന്ദിറിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള സംഘം കേന്ദ്ര അവഗണനയ്ക്കെതിരായ പ്രതിഷേധം സംഘടിപ്പിക്കും. അതിൽ പ്രതിപക്ഷത്തെ കൂടി അവരുടെ സഹകരണം കൂടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു LDF കൺവീനർ. ഫെബ്രുവരി മാസം 8-ാം തീയതി രാവിലെ 11 മണിക്ക് ജന്തർ മന്ദിർ, അവിടെയാണ് ഡൽഹിയിൽ സമരകേന്ദ്രം, കേരള ഹൗസിൻ്റെ മുമ്പിൽ നിന്ന് ജാഥയായി പുറപ്പെട്ട് ജന്തർ മന്ദിറിൽ ഒരു സമരം ചെയ്യാൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരാകെ അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ MLA-മാരും രാജ്യസഭയിലെയും ലോകസഭയിലെയും MP-മാരും ആ സമരത്തിൽ പങ്കെടുക്കണം എന്നാണ് LDF തീരുമാനിച്ചത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതികളെ കൂടി തുരങ്കം വെക്കുകയാണ് കേന്ദ്ര സർക്കാർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം വായ്പാ പരിധി ഉൾപ്പെടെ നിരന്തരം വെട്ടിക്കുറച്ചും കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കാനുള്ള ഒരു നടപടി, അത്തരം നടപടികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി വലിയ പ്രതിഷേധമാണ് ഈ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കണം എന്ന ആഹ്വാനമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെയും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നിയമപരമായ പോരാട്ടം സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെയും ഉപനേതാവിൻ്റെയും യോഗം ഉൾപ്പെടെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതെല്ലാം LDF തീരുമാനപ്രകാരമുള്ള ഒരു നടപടിയിലേക്കാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഭരണ മുന്നണിയും കടന്നിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ളൊരു വിശാലമായ പ്ലാറ്റ്ഫോം രൂപീകരിച്ച് സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരായ വലിയ പ്രതിഷേധവും ഒപ്പം തന്നെ സമ്മർദ്ദവും ചെലുത്താനുള്ള ഒരു തീരുമാനമാണ് LDF കൈക്കൊണ്ടിട്ടുള്ളത്. അത്തരം തീരുമാനങ്ങളിലേക്ക് കുറച്ചുകൂടി കടുത്ത നടപടികളിലേക്കാണ് പോകുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ കൂടി സഹകരണം ഉറപ്പുവരുത്തുക ഇക്കാര്യത്തിൽ എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത്. അതിനുശേഷം UDF യോഗം ചേർന്ന് അതിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും, ഏത് രീതിയിൽ സഹകരിക്കണം എന്ന കാര്യം തീരുമാനിക്കും എന്നാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യമാണ് നിലവിൽ ഇത്തരത്തിൽ കേന്ദ്ര അവഗണന എന്നുള്ളത് കൃത്യമായി ജനങ്ങളെ മനസ്സിലാക്കാൻ നവകേരള സദസ്സിലൂടെ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് LDF തീരുമാനപ്രകാരം ഫെബ്രുവരി 8-ന് മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എല്ലാം ജന്തർ മന്ദിറിൽ സമരത്തിനിറങ്ങുക.